ഹായ്, മലയാളീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും ഒരിക്കലും സ്വാഗതം. ഞാൻ ഒത്തിരി നാളായി നമ്മുടെ ചാനലിലേക്ക് ഫേസ് ആയിട്ട് വന്നിട്ട്. പക്ഷേ ഞാൻ ഇന്ന് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഹൈവേയിലും പിന്നെ അല്ലാണ്ടുമൊക്കെ ഒരുപാട് സഞ്ചരിച്ച് തട്ടുകടകളിലും ഹോട്ടലിലും ഒക്കെ കയറി ഞാൻ ഒരുപാട് ഉള്ളിവട ഈയിടെയായിട്ടൊക്കെ മേടിച്ച് കഴിക്കാറുണ്ട്. കുറച്ച് നാൾ മുമ്പ് എൻ്റെയൊക്കെ കുറേ വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് ഉള്ളിവട എന്ന് പറയുന്നത് നല്ല ഉള്ളിവട തന്നെ ആയിരിക്കും. അതിനകത്ത് ഫുൾ ഉള്ളി തന്നെ നമുക്ക് മുരുവനാ കിട്ടും ഉള്ളിവട. ഇപ്പം അങ്ങനെയല്ല, മാവ് കൂടുതലും കുറച്ച് മാത്രം ഉള്ളി, വളരെ കുറച്ച് ഉള്ളിവട എന്ന് വെറുതെ മോഹിക്കാനേ പറ്റും. പക്ഷെ അതല്ലാതെ നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ളിവട, അടിപൊളി ഉള്ളിവട എങ്ങനെയുണ്ടെന്ന് നമുക്ക് ഈ ചാനലിൽ നമുക്ക് കാണാം. അതോടൊപ്പം നിങ്ങൾ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്നൊരു ചാനൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ജീവിതത്തിലെ നർമ്മങ്ങളിലൂടെ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന പല കാര്യങ്ങളെയും നമ്മൾ എതിർത്തുകൊണ്ട് നർമ്മങ്ങളിലൂടെ കാണിക്കുന്ന ഒരു ചാനലാണ്. അത് നിങ്ങൾ കാണുക. അതുപോലെ തന്നെ നമ്മുടെ മനുഷ്യന് സ്കിന്നിനും അതുപോലെ മുടി വളർച്ചയ്ക്കും ഒക്കെ വളരെ ഈസി ആയിട്ട് വീട്ടിലുണ്ടാക്കാവുന്ന ടിപ്പുകൾ പിന്നെ കൊണ്ട് വേറൊരു ചാനൽ, ഉമാസ് ബ്യൂട്ടി ടിപ്സ്, അത് നിങ്ങൾ കാണുക. നിങ്ങൾ തീർച്ചയായിട്ടും അതിന്റെ രണ്ടിന്റെയും ലിങ്ക് താഴെ കൊടുത്തേക്കും. അത് നിങ്ങൾ രണ്ടും വാച്ച് ചെയ്യുക. അതുപോലെ തന്നെ അതും സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല കമന്റുകൾ, നല്ലതും മോശമായ കമന്റുകളൊക്കെ നിങ്ങൾ തരിക. അതിലൊന്നും ഞങ്ങൾക്ക് വിഷമമില്ല. നിങ്ങളെ കമന്റും നിങ്ങളെ പ്രോത്സാഹനവും ഒക്കെ തീർച്ചയായിട്ടും എപ്പോഴും ഉണ്ടാവണം. നിങ്ങൾ ഉള്ളിവട വാച്ച് ചെയ്യുക. ഹായ് ഫ്രണ്ട്സ്, മലയാളീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഉമ്മ. ഇന്ന് നമുക്ക് സാധാരണ തട്ടുകടയിലൊക്കെ ഉണ്ടാക്കുന്നത് പോലെ ഉള്ളിവട, നല്ല ഫ്രൈ, നല്ല ക്രിസ്പി ആയിട്ടുള്ള ഉള്ളിവട എങ്ങനെ തയ്യാറാക്കുന്നു എന്ന് നോക്കാം. ഞാനിവിടെ ഒരു ചെറിയ സൈസ് 4 സവോളയാണ് എടുത്തിരിക്കുന്നത്. അതിന് ഞാനിവിടെ പച്ചമുളക് എടുത്തിട്ടുണ്ട്. എരിവ് കുറഞ്ഞതായതുകൊണ്ട് ഞാൻ 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത്, അത് ഏകദേശം 1 സ്പൂണോളം ഉണ്ട്. പിന്നെ കറിവേപ്പില. നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂണോളം നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ മസാല, വെജിറ്റബിൾ മസാലയോ, ഞാനിവിടെ വെജിറ്റബിൾ മസാലയാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് നോൺ വെജിറ്റബിളിൻ്റെ അതിൻ്റെ മസാല ഉണ്ടെങ്കിൽ അത് ചിക്കൻ്റെയോ മീറ്റിൻ്റെയോ യൂസ് ചെയ്യാം. ഞാനിവിടെ 1/4 ടീസ്പൂണോളം ചേർത്തിട്ടുണ്ട്. പിന്നീട് നമുക്കിതിന് ആവശ്യമായിട്ടുള്ള ഉപ്പ്, ഈ ഉള്ളിവടയ്ക്ക് നമുക്ക് വേണ്ടുന്ന ഉപ്പ് ഇത്രയും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് ആദ്യം ഒന്ന് കൈകൊണ്ട് മിക്സ് ചെയ്തു നന്നായിട്ട് ഈ ഉള്ളിയുടെ വെള്ളം ഇതിനകത്ത് ഇറങ്ങുന്ന രീതിയിൽ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് കടലമാവ് 1 മുതൽ 1.5 സ്പൂൺ വരെ നമുക്ക് ചേർക്കാം. മൈദ, നമുക്ക് കടലമാവ് ഞാൻ 1.5 സ്പൂൺ ചേർത്തിരുന്നു. മൈദ നമുക്ക് 3 ടേബിൾ സ്പൂണോളം മൈദ നമുക്ക് ചേർത്ത് കൊടുക്കാം. ജസ്റ്റ് നമുക്ക് 3, ഞാനിപ്പോൾ 2.5 ചേർത്തിട്ടുണ്ട്. 3 ഞാൻ പറഞ്ഞെങ്കിൽ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ഉള്ളി കുറച്ച് കൂടുതലായിട്ട് നമുക്കിതിൽ കിട്ടണം. മാവ് കൂടുതൽ ആവരുത്, ഉള്ളി വേണം നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് കിട്ടാൻ. അപ്പോൾ അതനുസരിച്ച് നമുക്ക് പൊടി ചേർത്ത് കൊടുക്കാം. 1.5 സ്പൂൺ കടലമാവ് ചേർത്തിട്ടുണ്ട്. 2.5 ടേബിൾ സ്പൂൺ മൈദയുമാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. നമുക്കിതിൽ കുറച്ച് വെള്ളം, ഇപ്പം ഉള്ളിയിൽ നിന്നുള്ള വെള്ളത്തിൽ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു. നമുക്ക് കൈ വെള്ളം കുടയുന്നത് പോലെ കുറച്ച് നമുക്ക് വെള്ളം യോജിപ്പിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ ഏകദേശം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പാകം. ഇതിനകത്ത് ആവശ്യത്തിന് മാവും അതിൽ നമുക്ക് നന്നായിട്ട് ഉള്ളി കാണുകയും ചെയ്യാം. ഇപ്പം തന്നെ നിങ്ങൾക്ക് ഏകദേശം നമ്മൾ പുറത്തുനിന്ന് ഉള്ളിവടയൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനകത്ത് മൈദ അല്ലെങ്കിൽ മാവ് മാത്രമേ അതിനകത്ത് കാണൂ, അല്ലാണ്ട് ഉള്ളി നമുക്ക് കിട്ടാറേയില്ല. പക്ഷെ നമുക്ക് വീട്ടിൽ ഇതുപോലെ ഉള്ളി കൂടുതലിട്ട് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. പൊടി നമുക്ക് കുറച്ച് അത് ജോയിൻ്റ് ആവാൻ വേണ്ടി മാത്രം നമുക്ക് അതിനകത്ത് മൈദ അല്ലെങ്കിൽ പൊടി നമുക്ക് ചേർക്കാം. ഞാനിവിടെ എന്തായാലും ഒരു പാൻ വെച്ചിട്ടുണ്ട്. നമുക്കൊന്ന് ചൂടായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് കുറേശ്ശെ കയ്യിൽ കുറച്ച് വെള്ളം പുരട്ടിയതിന് ശേഷം കൈകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത്, ഇതിന് ഉള്ളിവട ഉണ്ടാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, വണ്ണം അതിൻ്റെ കനം കൂടരുത്, കനം കുറച്ച് നമുക്ക് ചെയ്യാം. അപ്പോൾ ഇതുപോലെ നമുക്ക് മാവെടുത്തിട്ട് കയ്യിൽ വെച്ച് നന്നായിട്ടൊന്ന് പരത്തണം. നമ്മൾ പരിപ്പോടെയൊക്കെ പരത്തുന്നത് പോലെ നന്നായിട്ടൊന്ന് നടുക്കൊന്ന് പ്രസ് ചെയ്ത് നമുക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിതൊന്ന് 2 വശവും കൂടി തിരിച്ചിട്ട് ഒന്ന് 2 സൈഡും നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. നമുക്ക് കൂടുതൽ ബ്രൗൺ ആവേണ്ട കാര്യം, ഇതിന് ആ എണ്ണയിൽ കിടന്ന് തന്നെ നമ്മൾ എടുത്ത് മാറ്റിയതിന് ശേഷവും ഈ എണ്ണയുടെ മയത്തിൽ ഇത് ഉള്ളിയാണ് ഒന്നുകൂടി ഒന്ന് ഇരുന്ന് നമ്മൾ എടുത്തതിന് ശേഷവും മൂക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ അങ്ങ് ബ്രൗൺ ആക്കുകയും വേണ്ട. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കളർ ചേഞ്ച് ആയിക്കഴിഞ്ഞ് 2 വശവും നന്നായിട്ട് ഒന്ന് മുരിഞ്ഞ് വരുമ്പോഴത്തേക്കിനും നമുക്ക് മൊത്തവും എടുക്കാം. 2 വശവും നമുക്ക് തിരിച്ചു മറിച്ചു വിട്ട് നന്നായിട്ടൊന്ന്
ഫ്രൈ ആക്കി എടുക്കാം. ഇപ്പം ഇത് മതി, നമുക്ക് ഈ ഒരു അളവിൽ നമുക്ക് കോരിയെടുക്കാം. കാര്യം ഇതിന് ഞാൻ പറഞ്ഞ മുമ്പേ നമുക്ക് ഈ എണ്ണയിൽ എണ്ണയുടെ അംശം ഇതിനകത്തുള്ളത് കൊണ്ട് ഇതിൽ തന്നെ കിടന്ന് ഒന്ന് നന്നായിട്ടൊന്ന് കുറച്ചും കൂടി ഒന്ന് ഫ്രൈ ആകും. അപ്പോൾ ഉള്ളി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അത് മൂത്ത് വരികയും ചെയ്യും. നമുക്കിത് ഒരു പാത്രത്തിലേക്ക് എന്തായാലും മാറ്റാം. ബാക്കിയുള്ളത് കൂടി നമുക്കിതുപോലെ ചെയ്യാം. ഞാനിപ്പോൾ ഏകദേശം എല്ലാം തന്നെ റെഡിയാക്കിയിട്ടുണ്ട്. എനിക്ക് 2 തവണ ഫ്രൈ ചെയ്തെടുക്കാവുന്ന ആയിരുന്നു എടുത്തത്. അപ്പോൾ ഇതിപ്പോൾ എനിക്ക് ഏകദേശം എല്ലാം തന്നെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ നമുക്ക് 4 മണിക്ക് ഒരു ചായയുടെയൊക്കെ കൂടെ എന്തോ നല്ല സുലൈമാനിയോ അല്ലെങ്കിൽ കട്ടൻ ചായ അതല്ലെങ്കിൽ പാൽ ചായ അതിൻ്റെയൊക്കെ ഒപ്പം കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഉള്ളിവട. ഇതാണ് യഥാർത്ഥത്തിൽ നമുക്ക് പറയാവുന്ന ഉള്ളിവട എന്ന് പറയുന്നത്. കാര്യം ഇതിനകത്ത് ഉള്ളി തന്നെയാണ്, ഇതിനകത്ത് നിങ്ങൾക്ക് കാണാം ഏറ്റവും കൂടുതൽ ഉള്ളി തന്നെയാണ്. അപ്പം നമുക്ക് ഈ മാവിൻ്റെ അളവ് കുറച്ചുകൊണ്ട് ഉള്ളിവട നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ തയ്യാറാക്കാം. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു. ബൈ.